പ്രിയ കുഞ്ഞുങ്ങളുടെ സ്നാനത്തോടനുബന്ധിച്ച് ഇവിടെ ആയിരിക്കുന്ന കോണം കർത്താവ് നമുക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളൊന്ന് വായിച്ചാൽ. റോമാലേഖനം 6-ാം അധ്യായം റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. റോമാലേഖനം 6-ാം അധ്യായം വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ്. സ്നാനത്തെക്കുറിച്ച് വ്യക്തമായും ശക്തമായും അതിൻ്റെ ആഴങ്ങളും വെളിപ്പെടുത്തി വെച്ചിരിക്കുന്ന അധ്യായമാണ് റോമാലേഖനം 6-ാം അധ്യായം. സ്നാനത്തെക്കുറിച്ച് അനേകം കാര്യങ്ങൾ ദേവദാസന്മാരിലൂടെ ഇവിടെ ക്ലാസ്സുകൾ എടുക്കപ്പെട്ടവരുണ്ടാവും. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ അവിടെ യേശുവിൻ്റെ അന്ത്യകൽപ്പനയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ 1 പത്രോസ് 3:21 ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടാണ് സ്നാനത്തെക്കുറിച്ച് പറയുന്നത്. ഗലാത്യലേഖനം 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ലോകസുവിശേഷം 7-ാം അധ്യായം 30-ാം വാക്യം, എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. മത്തായി സുവിശേഷം 3:16 മുതൽ അവിടെ യേശുക്രിസ്തു പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വന്ന റോമാലേഖനം 6-ാം അധ്യായത്തില് ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെടുന്ന ശുശ്രൂഷയാണ് സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം പറയുകയാണ്, നിങ്ങളെ തന്നെ ക്രിസ്തുയേശുവിനെ ജീവിക്കുന്നവരെന്ന് എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ എണ്ണണം. അപ്പൊ ഇവിടെ സ്നാനപ്പെടുന്നവരുണ്ട്, സ്നാനപ്പെട്ടവരുണ്ട്, സ്നാനപ്പെടാനുള്ളവരുണ്ട്. അപ്പൊ സ്നാനപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കണം? പറഞ്ഞാട്ടെ, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനാണ്. ഇനി പഴയ പാപസമാപത്തിൽ തുടരാൻ എനിക്ക് കഴിയത്തില്ല. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ ആണ് ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടവരാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്, ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതിന് സാദൃശ്യമായിട്ട് എന്താണ് ഈ സ്നാനത്തെ വെച്ചിരിക്കുകയാണ്. ഇനി സ്നാനപ്പെടാനുള്ളവരോട് ചിലർ പറയും 3-4 മാസം കഴിഞ്ഞിട്ട് സ്നാനപ്പെട്ടാൽ പറയും. ഇന്ന് നമ്മുടെ ദേവദാസന്മാരെ പോലും 3-4 മാസമൊക്കെ വചനം പഠിപ്പിച്ചിട്ട് സ്നാനപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ അങ്ങനെ ഒന്നുമല്ല കണ്ടത്. ഈ അപ്പോസ്തല പ്രവർത്തന പുസ്തകം നമ്മൾ 8-ാം അധ്യായം പഠിക്കുമ്പോൾ ഈ ഷണ്ണൻ യെരുശലേം ദേവാലയത്തിൽ നമസ്കരിച്ചിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ ഫിലിപ്പോസ് ഉദ്ദേശിച്ച പേരിനോട് ചേർന്ന് നടക്കും. അങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ച ഷണ്ണൻ അത് മനസ്സിലായില്ല. അപ്പൊ അതിന്റെ പൊരുൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഷണ്ണൻ പറഞ്ഞ കാര്യം എങ്ങനെയാണ്? ഇതാ വെള്ളം ഞാൻ സ്നാനം എടുക്കുന്നതിൽ എന്ത് വിരോധം? അതായത് സുവിശേഷം കേട്ടിട്ട് 1 മണിക്കൂറിനുള്ളിൽ പുള്ളി ചെയ്തു, സ്നാനപ്പെട്ടു. ഇനി അപ്പോസ്തലനായ പൗലോസ് അല്ലെ, കണ്ണ് കാണാത്തവനായി, കുതിരപ്പുറത്ത് കണ്ണ് കാണാത്തവനായി അവൻ ആ വീട്ടിൽ വന്നിരുന്നു. അവിടെ അനന്യാസ് ഉപദേശി വന്നിട്ടുണ്ടായിരുന്നു. അവന് സൗഖ്യം കൊടുക്കുകയും അവൻ എഴുന്നേറ്റ് സ്നാനപ്പെടുകയും ചെയ്തു. ആ ദിവസം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്നാനപ്പെട്ടിട്ടുണ്ട്. ഇനി അപ്പോസ്തല പ്രവൃത്തിയില്ല, മത്തായി വിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് പറയുമ്പോൾ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, 18-ാം വാക്യം തൊട്ട്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, എന്നിട്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. അപ്പൊ സ്നാനപ്പെടുത്തിയതിന് ശേഷമാണ് അവരെ ഉപദേശം പഠിപ്പിക്കേണ്ടത്. നമ്മൾ പറയുന്ന ഉപദേശം പഠിപ്പിച്ചിട്ട് സ്നാനപ്പെടുത്താൻ അപ്പത്തേക്ക് അവൻ പിന്മാറിപ്പോകും. എന്താണ് സ്നാനം? സ്നാനം ഗലാത്യലേഖനം 3:27 എന്ന് പറഞ്ഞേ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കും നമ്മൾ. അപ്പൊ സ്നാനത്തിലൂടെ ക്രിസ്തുവിനോട് ചേരുമ്പോൾ പിന്നെ ഈ വചനം പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് സ്നാനപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവരെ ഉപദേശം പഠിപ്പിക്കേണ്ടത്. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ആരെല്ലാം വിശ്വസിക്കാൻ തയ്യാറായാൽ അവൻ രാത്രിയിലാണ് അവൻ പറയുന്നത് എനിക്ക് സ്നാനപ്പെടുന്നു പറഞ്ഞാൽ അവന് രാത്രി കൊണ്ട് മുക്കണം. പിന്നെ നാളെ കൊണ്ട് വന്ന് വചനം പഠിപ്പിച്ചാൽ മതി. അതാണ് ബൈബിളിന്റെ വ്യവസ്ഥ.
അത് ഞാൻ പലയിടത്തും പലരെയും ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെയാണ്. 4 മാസം കഴിഞ്ഞ് വചനം പഠിപ്പിച്ചിട്ട് ചെയ്യാം, ഞാൻ സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞത്. അവധി അവന്റെ ഉള്ള വിശ്വാസം പോയി. പിന്നെ അവന് സ്നാനപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താണ്? കർത്താവുമായിട്ടൊരു ബന്ധത്തിൽ എന്ത് ചെയ്യുന്നില്ല, അവൻ നിൽക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഞാൻ മടങ്ങി വരിക, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആമേൻ. അപ്പോൾ സ്നാനപ്പെട്ട നമ്മൾ എന്ത് ചെയ്യണം? ജീവന്റെ പുതുക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു സാക്ഷ്യ ജീവിതം നമ്മൾ ഉണ്ടാകണം. ആമേൻ. ഇന്ന് സ്നാനപ്പെട്ട പല ഇടങ്ങളിൽ സുവിശേഷം പറയാൻ പോകുമ്പോ അവർ പറഞ്ഞാൽ സ്നാനപ്പെട്ട നടക്കുന്നില്ലേ, പിന്നെ എങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിൽ വരുന്നതെന്ന് അവർ ചോദിക്കുന്നേ. അപ്പൊ നമ്മൾ നല്ലൊരു സാക്ഷ്യ ജീവിതം, വിശുദ്ധ ജീവിതം ചെയ്യണം. നമ്മൾ കഴിക്കണം, വിശുദ്ധ ജീവിതത്തോടെ നമ്മൾ നിൽക്കണം. എന്നാൽ മാത്രമേ